ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് ബീഹാർ സ്വദേശികളുടെ 2 വയസ്സുകാരിയായ മകളെ കാണാതായിട്ട് 12 മണിക്കൂർ പിന്നിടുമ്പോൾ നിർണായക വിവരം പോലീസിന് ലഭിച്ചു. കുട്ടിയെ വാഹനത്തിൽ കൊണ്ടുപോയത് കണ്ടെന്ന് ഈഞ്ചക്കലിലുള്ള കുടുംബം പോലീസിനെ അറിയിച്ചു. പോലീസ് വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ്. അതേസമയം കുട്ടിയുടെ മാതാപിതാക്കളുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. പോലീസ് ആസ്ഥാനത്ത് കൺട്രോൾ റൂം തുറന്നു. കുഞ്ഞിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ പേട്ട പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. തിരുവനന്തപുരവും കൊല്ലവും കന്യാകുമാരിയും കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന തുടരുകയാണ്. അന്വേഷണത്തിന് കന്യാകുമാരി പോലീസിന്റെ സഹായവും തേടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ 3 ടീംസായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് CCTV സെർച്ചിങ് ഒരു ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഫിസിക്കലായിട്ടുള്ള സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്ലസ് ഇവരെ ഫാമിലി മെമ്പേഴ്സും പിന്നെ അവിടുത്തെ ആ സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കുറച്ച് സമയം വേണം. നമുക്ക് ഒരുപാട് CCTV ഫുട്ടേജസ് നമ്മുടെ കയ്യിലുണ്ട്. അവിടെ ക്യാമറാസ് ഉണ്ട് തൊട്ടടുത്ത. ഇവിടെ ഫാമിലി മെമ്പേഴ്സായിട്ട് ആരും മിസ്സിങ് ഇല്ല, എല്ലാവരും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നു പോകുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണ്. സോ വി ആർ എക്സാമിനിങ് ദം ഇൻ ഡീറ്റെയിൽ. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമം, കുഞ്ഞിനെ കാണാതായിട്ട് 12 മണിക്കൂർ കഴിയുന്നു. അതിനിടയിലാണ് ഈ ഈഞ്ചക്കലിൽ നിന്നുള്ള കുടുംബം ചില വിവരങ്ങൾ പോലീസിന് കൈമാറിയത്. അവർ യഥാർത്ഥത്തിൽ എന്താണ് പോലീസിനോട് പറഞ്ഞത്? അവരുടെ ആ പരിസരത്തെ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? വിജയകുമാർ, പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഈഞ്ചക്കലിലെ കുടുംബം ഇത്തരത്തിലൊരു സൂചന പോലീസുമായി പങ്കുവച്ചിരിക്കുന്നത്. ഈ കുട്ടിയാണെന്ന് സംശയിക്കുന്ന ആളെ ഇവിടെ നിന്നും ഈ വാഹനത്തിൽ കടത്തിക്കൊണ്ട് പോകുന്നതായി കണ്ടു എന്നുള്ളതാണ് ഇവരുടെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ വീട്ടിലെത്തി ആ ദൃശ്യങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഈ കൃത്യസമയത്തിനുള്ള ഇവർ കണ്ടു എന്ന് പറയപ്പെടുന്ന ആ സമയത്തെ CCTV ദൃശ്യങ്ങൾ ആ വീട്ടിൽ നിന്ന് ശേഖരിക്കുകയാണ് പോലീസ്. അത് കൃത്യമായൊരു വിവരത്തിലേക്ക്, ഒരു സൂചനയിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും സ്കൂട്ടറിലല്ല ഈ കുട്ടിയെ കൊണ്ടുപോയത് എന്നുള്ളതാണ് അവരുടെ മൊഴി. മാത്രമല്ല, തുടക്കത്തിലുണ്ടായിരുന്ന സ്കൂട്ടർ സംശയം പോലീസ് തന്നെ അപ്പാടെ അവഗണിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഒരു ഓട്ടോറിക്ഷ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അന്വേഷണം. അതിനപ്പുറം ഇങ്ങനെ ഒരു മൊഴിക്കപ്പുറത്തേക്ക് ഈ കുട്ടി എവിടെ എന്നുള്ളതിൽ മറ്റ് സൂചനകളൊന്നും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുമില്ല. അതേസമയം ഈ കുട്ടിയെ പോയതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് ആദ്യഘട്ടത്തിൽ ഇവരുടെ വീട്ടുകാർ കുടുംബം നൽകിയ മൊഴി വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഈ മൊഴിയിലെ പൊരുത്തക്കേടുകളും വൈരുദ്ധ്യവുമായിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഈ മൊഴി വിശ്വാസത്തിലെടുക്കാത്തതിന്റെ പ്രധാന കാരണം. അതിന് പിന്നാലെ ഈ മൊഴികളെല്ലാം പരിശോധിച്ച് അത് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പിഴവുകളാണോ എന്നുള്ളതായിരുന്നു പോലീസ് പരിശോധിച്ചത്. അത് അങ്ങനെയല്ല, വലിയ ഗുരുതരമായ ചില പിഴവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളുടെയും അച്ഛൻ്റെയും ഒക്കെ മൊഴികളിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടാകുന്നതിന് 2 ദിവസം മുൻപ് മറ്റൊരു നാടോടി സംഘത്തിൽപ്പെട്ട ഒരാളുമായി ഇവിടെ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും ഈ കുട്ടിയുടെ അമ്മയെ കടന്നുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്നും കുട്ടികൾ തന്നെ കല്ല് എറിഞ്ഞ് അയാളെ ഓടിച്ചു എന്നുമുള്ള ഒരു മൊഴി പിന്നീട് ഈ മകൾ ഇവിടെ നിന്ന് ഈ കുട്ടി നൽകിയിട്ടുണ്ട്, മറ്റൊരു കുട്ടി നൽകിയിട്ടുണ്ട്. എന്നാൽ അത് ഈ പിതാവ് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി എന്തെങ്കിലും ഈ നാടോടി സംഘങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമോ തർക്കമാണോ, അതല്ല മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളതുൾപ്പെടെ പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുഴയ്ക്കുന്നത് ഈ മേഖലയുടെ ഭൂമിശാസ്ത്രം തന്നെയാണ്. കാരണം ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സ്ഥലം, ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സ്ഥലം, ഇതിന്റെ ഈ വശത്ത്, ഈ തൊട്ടപ്പുറത്തെ വശത്ത് അത് റോഡാണ്. ബ്രഹ്മോസ്, ഈ ഇടതുവശത്ത് ബ്രഹ്മോസിന്റെ സ്ഥാപനമുണ്ട്. അവിടെ CCTV ഉണ്ട്, റോഡുകളിലൊക്കെ CCTV ഉണ്ട്. മാത്രമല്ല ഹൈ സെക്യൂരിറ്റി ഏരിയയാണ്. ഒരു സ്ഥലത്ത് ഇവിടെ നിന്ന് ഇടതുവശത്ത് ഇന്റർനാഷണൽ എയർപോർട്ട്, വലതുവശത്ത് ഡൊമസ്റ്റിക് എയർപോർട്ട്, നടുവിൽ ശംഖുമുഖം, അങ്ങനെ നിരവധി ആളുകൾ വരുന്ന രാത്രിയിലും തിരക്കുള്ളൊരു റോഡാണ്. അവിടെ ഈ പുറത്തേക്കുള്ള വശമാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി CCTV പരിശോധിക്കാൻ കഴിയും. അങ്ങനെ പരിശോധിച്ചതിൽ നിന്ന് CCTVയിൽ തുടക്കത്തിലുണ്ടായിരുന്ന ഈ കുട്ടി നൽകിയ മഞ്ഞ സ്കൂട്ടർ എന്ന മൊഴി, അങ്ങനെ ഒരു മഞ്ഞ സ്കൂട്ടറെ ആ സമയത്ത് അവിടെ നിന്ന് പോയില്ല എന്നതിലൂടെ തന്നെ അത് തെറ്റാണ് എന്ന് മനസ്സിലായതാണ്. അതിന് പിന്നാലെ ഈ കുട്ടി തന്നെ പിന്നീട് ഒരു ചോക്ലേറ്റ് കൊടുത്ത ഒരാൾ കൊണ്ടുപോയതായി കണ്ടു എന്നൊരു മൊഴി പറഞ്ഞു. അതും ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത്, ആദ്യം പറഞ്ഞ മൊഴിയും ഇതും തമ്മിൽ എങ്ങനെയാണ് ഇത് വൈരുദ്ധ്യപ്പെട്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചതിലൂടെയാണ് ഈ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികൾ പോലീസ് വിശ്വാസത്തിലെടുക്കാത്തത്. മാത്രമല്ല, ഈ റോഡിനപ്പുറത്ത് ഇനി CCTVയിൽ പെടാതെ ആ കുട്ടിയെ കൊണ്ടുപോകാനാണെങ്കിൽ ഈ സ്ഥലത്തിനപ്പുറത്ത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന ഇത് റോഡ്, അതിന്റെ തൊട്ടിപ്പുറത്ത് ഈ കുട്ടിയും ഇവരുമൊക്കെ ടെന്റ് അടിച്ച് താമസിച്ചിരുന്ന ഒരു 11 അംഗ സംഘം ടെന്റ് അടിച്ച് താമസിച്ചിരുന്ന ടെന്റല്ല, ഇവിടെ സാധാരണഗതിയിൽ ഇവിടെ തന്നെ ഈ വിരിപ്പുകളിലൊക്കെ കിടന്നുറങ്ങുകയാണ്. ആ കുട്ടി മാത്രം ഒരു കൊതുക് വലയ്ക്കുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്നു. ആ സ്ഥലം, ഈ സ്ഥലത്തിന് തൊട്ടപ്പുറത്ത് നേരെ തന്നെ കാണാൻ കഴിയും. അതൊരു റെയിൽവേ പാളമാണ്. അവിടേക്ക് കൊണ്ടുപോയാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ കുട്ടിയെ കടത്തിക്കൊണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്.
ഒപ്പം ഇതിനപ്പുറത്തേക്ക് ഒരു കൊടും കാടും ആ നിലയിൽ കുറ്റിക്കാടുകളൊക്കെ ഉള്ള സ്ഥലവുമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത, ഒരു സ്ഥലത്ത് ഹൈ സെക്യൂരിറ്റി ഏരിയ ആണെങ്കിൽ തൊട്ടടുത്ത സ്ഥലത്ത് CCTVകളൊക്കെ ഒഴിഞ്ഞ ഒരു പ്രദേശമാണ് എന്നുള്ളത് തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഏത് നിലയിലാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയെ എവിടെയൊക്കെ കൊണ്ടുപോയി എന്നുള്ളതിലുള്ളൊരു വലിയ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനിടയിലാണ് നിർണായകമായി ഈഞ്ചക്കൽ നിന്നുള്ളൊരു കുടുംബം ഇത്തരത്തിലൊരു മൊഴി കൂടി നൽകിയിരിക്കുന്നത്. അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. പോലീസ് ആ കുടുംബം ഏത് ഭാഗത്ത് വെച്ച് ഈ കുട്ടിയെ കണ്ടു എന്നാണ് അവർ പറയുന്നത്? ഇഞ്ചക്കലിലുള്ള കുടുംബം അവരത് എവിടെ നിന്നാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് പറയുന്നത്? അപ്പോൾ ഇപ്പോൾ സലീം സൂചിപ്പിച്ചതുപോലെ റെയിൽവേ ട്രാക്ക് കടന്ന് ഒരു ട്രെയിനിലോ മറ്റോ കയറി പോയിട്ടുണ്ടോ എന്നൊക്കെയുള്ള ആശങ്കയുള്ളപ്പോഴാണ് ആ കുടുംബത്തിൻ്റെ ഒരു മൊഴി വരുന്നത്. അത് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും അത് അങ്ങനെയാണെങ്കിൽ അത് വേറൊരു ഭാഗത്തു നിന്ന് അവർ കണ്ടു എന്നായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക, അല്ലേ? വിജയകുമാർ, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിന്ന് ഈഞ്ചക്കൽ വലിയ ദൂരമില്ല. ഞാനിപ്പോൾ നേരത്തെ ആദ്യം കാട്ടിത്തന്ന ഈ റോഡ് നേരെ പോവുകയും അവിടെ നിന്ന് ചാക്ക, അത് കഴിഞ്ഞ് അങ്ങനെ അവിടെ ഈഞ്ചക്കൽ, ഈ റോഡ് ഈഞ്ചക്കലിലേക്ക് എത്താൻ വളരെ എളുപ്പമുള്ള ഒരു റോഡാണ്. പക്ഷേ ആ റോഡിലൂടെയാണെങ്കിൽ മറ്റ് CCTVയിൽ ഉൾപ്പെടെ ഈ കുടുംബം അല്ലെങ്കിൽ ഈ വാഹനം പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തുള്ള CCTV ഒക്കെ പരിശോധിക്കുക എളുപ്പമാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന റോഡ് ഈ സ്ഥലത്ത് നിന്ന് നേരെ പോകുന്നത് ഈഞ്ചക്കലിലേക്ക് തന്നെയാണ്. അവിടെ വിവിധ സ്ഥലങ്ങളിൽ CCTV ക്യാമറയുണ്ട്. പോലീസ് ആദ്യഘട്ടത്തിൽ നടത്തിയ പരിശോധനയിൽ അത്തരത്തിലുള്ള CCTV ക്യാമറയിൽ അത്തരമൊരു ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ആ കുടുംബത്തിന്റെ മൊഴി. അവർ വീട്ടിലിരുന്നപ്പോൾ ഈ ദൃശ്യം കണ്ടു എന്നാണ് പറയുന്നത്. അത് സ്റ്റേഷനിൽ തന്നെ എത്തി പറയുകയും ചെയ്തതാണ്. എന്തായാലും ആ വീട്ടിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആ മൊഴിയിലേക്ക് എത്താൻ കഴിയും. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനായി ഇവിടെ ആദ്യഘട്ടത്തിൽ ഇവരുടെ മുത്തശ്ശി ഒഴികെ ബാക്കി എല്ലാവരെയും സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ അല്പസമയം മുൻപ് ആ കുട്ടിയുടെ മുത്തശ്ശിയെ കൂടി ഇവിടെ നിന്നും പോലീസ് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അതായത് കുടുംബത്തിൽ നിന്നും ചില നിർണായകമായ വിവരങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട കാര്യം ആദ്യഘട്ടത്തിൽ അതൊരു മൊഴിയെടുപ്പായിരുന്നെങ്കിൽ പിന്നീട് അതൊരു ചോദ്യം ചെയ്യലിന്റെ സ്വഭാവത്തിലേക്കൊക്കെ മാറിയിരുന്നു. ഇപ്പോഴും ആ നിലയിലുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് അവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ സമാന്തരമായി തന്നെ എല്ലാ ജില്ലാ അതിർത്തികളിലും പരിശോധന നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ, ആലപ്പുഴയിലെ ഒരു ഭാഗത്ത് പരിശോധന നടത്തുന്നുണ്ട്. മാത്രമല്ല തൊട്ടപ്പുറത്ത് കന്യാകുമാരിയിലും പരിശോധന നടത്തുന്നുണ്ട്. പോലീസ് 5 സംഘങ്ങളായി തിരിഞ്ഞ് ഓരോ CCTV കേന്ദ്രീകരിച്ച് ഓരോ CCTVയുടെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അത്തരം ദൃശ്യങ്ങൾ ശേഖരിക്കുന്നു. ഒപ്പം തന്നെ അതിർത്തി കേന്ദ്രങ്ങൾ പരിശോധന നടത്തുന്നു. മറ്റൊരു സംഘം പേട്ട പോലീസ് സ്റ്റേഷനിൽ തന്നെ തുടർന്നുകൊണ്ട് ഇവരുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ്. ആ നിലയിലാണ്. ശരി സലീം, എന്തായാലും കുഞ്ഞിനെ കാണാതായിട്ട് 12 മണിക്കൂർ കഴിയുന്നു. ഓരോ മിനിറ്റും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇപ്പോൾ ഈഞ്ചക്കലിലെ കുടുംബം നൽകിയ ഒരു മൊഴി അവർ ആ കുട്ടിയെ കണ്ടു എന്നാണ് പറയുന്നത്. അത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുകയാണ്. കുടുംബാംഗങ്ങളുടെ മൊഴി വീണ്ടും ശേഖരിക്കുന്നുണ്ട്. അതിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായത് പോലീസ് പ്രത്യേകം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. സലീം അലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. വിചാരണ കോടതി വിധി ചോദ്യം ചെയ്ത് പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി. 10 പ്രതികളുടെയും ജീവപര്യന്തം ശരിവെച്ച കോടതി KK കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരെ വെറുതെ വിട്ട നടപടി റദ്ദാക്കി. P മോഹനനെ പ്രതി ചേർക്കണമെന്ന KK രമയുടെ അപ്പീൽ ഹൈക്കോടതി തള്ളി. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ അപ്പീൽ ഈ മാസം 26-ന് കോടതി പരിഗണിക്കുന്നുണ്ട്. കോടതി വിധി സ്വാഗതാർഹമാണെന്നും P മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ട നടപടിയിൽ നിയമ പോരാട്ടം തുടരുമെന്നും KK രമ MLA പറഞ്ഞു. വളരെ നല്ല വിധിയാണ് ഇത്. കേരളത്തിലെ നീതി തേടുന്ന എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു അനുഗ്രഹം കൂടിയാണ്. കാരണം പണവും അധികാരവും മാത്രമല്ല, മറിച്ച് നീതി കേൾക്കാൻ ഇവിടെ കോടതികൾ ഉണ്ട് എന്നുള്ളതും കൂടിയാണ്. ബഹുമാനപ്പെട്ട കോടതിയോടുള്ള വിശ്വാസം കൂടിയാണ്. പക്ഷേ ഈ പോരാട്ടം അവസാനിക്കുന്നില്ല. ഇനിയും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ, ഞാൻ തുടക്കത്തിലേ പറയുന്ന ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. ആ ബ്രെയിൻ പുറത്തു വരണം. അതിനുവേണ്ടിയുള്ള പോരാട്ടം ഇനിയും തുടരും. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വലിയ നിയമയുദ്ധമാണ് നടന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വേട്ടയാടാൻ ശ്രമം നടന്നെന്നും അദ്ദേഹം പറഞ്ഞു. കോടതി വിധി സ്വാഗതാർഹമാണെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പ്രതികരിച്ചു. ഹൈക്കോടതിയുടെ വിധി സ്വാഗതം ചെയ്യുന്ന കാര്യം തന്നെയാണ്. കാരണം ഒരു വലിയ നിയമയുദ്ധമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. പാർട്ടിക്ക് പങ്കില്ല എന്നുള്ള കാര്യം അന്നേ പറഞ്ഞതാണ്, അത് ശരിയുമാണ്. ഞങ്ങൾ ഈ കേസിൽ ഇടപെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിന് നേരെ വലിയ കടന്നാക്രമണം നടത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയപ്പോഴാണ് ഞങ്ങൾ ശരിയായ രീതിയിൽ ആ കേസിൽ ഇടപെടേണ്ടി വന്നത്. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കേസ് നടന്നു പോകുമായിരുന്നു. പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ UDF ആണ് ശ്രമിച്ചത്. അതാണ് കാര്യം.
പോലീസിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഉണ്ടാക്കിയ ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. അന്ന് ആ ഇൻവെസ്റ്റിഗേഷന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ ഇപ്പോഴും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയും ചെയ്യണം. ഈ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ അവരെല്ലാം നിരപരാധികളാണ് എന്ന് അന്നും CPM പറഞ്ഞിരുന്നു. അതിന്റെ തുടർന്നുള്ള അവരുടെ നിലപാടുകളിലും അതിൽ ആ രൂപത്തിൽ തന്നെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ അതിനോട് കൃത്യതയോടുകൂടി തന്നെ അന്ന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞങ്ങളെടുത്ത നിലപാട് കറക്റ്റാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇതിൽ ഈ പ്രതികളുടെയൊക്കെ ശിക്ഷ ശരിവെച്ചു എന്ന് മാത്രമല്ല, രണ്ടുപേരെ കൂടി കുറ്റക്കാരെന്ന് ഹൈക്കോടതി അതിൻ്റെ അപ്പീൽ പരിശോധനയിൽ കണ്ടെത്തി എന്നതും നിർണായകമാണ്. അപ്പോൾ അവരുടെ ശിക്ഷയുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് ഇനി തുടർ നടപടികൾ വരാനിരിക്കുന്നത്? ഇതിൽ ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യത്തിന്മേൽ വീണ്ടും കോടതി അതിൽ പരിഗണിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണോ നമ്മൾ കരുതേണ്ടത്? 3 അപ്പീലുകളാണ് കോടതിയുടെ പരിഗണനയ്ക്കായി വന്നത്. അതിൽ ഈ പ്രതികൾ ആവശ്യപ്പെട്ടത് തങ്ങൾക്കെതിരായ വിചാരണ കോടതിയുടെ ശിക്ഷ അത് റദ്ദാക്കണം എന്നുള്ളതാണ്. അത് കോടതി നിഷ്കരുണം തള്ളി. കോടതി ആ ശിക്ഷ ശരിവെക്കുകയുണ്ടായി. രണ്ടാമത്തെ അപ്പീൽ KK രമയുടേതാണ്. അതിൽ ചൂണ്ടിക്കാണിച്ചത് P മോഹൻ അടക്കം 24 പ്രതികളെ വെറുതെ വിട്ട നടപടി റദ്ദാക്കണം ഇതായിരുന്നു. അതിൽ P മോഹന്റെ കാര്യത്തിൽ കോടതി എതിർ നിലപാടാണ് എടുത്തത്. കോടതി P മോഹനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിചാരണ കോടതിയുടെ നടപടി ശരിവെച്ചു. പകരം കോടതി വെറുതെ വിട്ട 24 പേരിൽ 2 പേരെ ഈ കേസിൽ പ്രതി ചേർത്തു, ഈ കേസിൽ ശിക്ഷിച്ചു. അതിൽ KK കൃഷ്ണൻ അതോടൊപ്പം ജ്യോതി ബാബു എന്നിവരാണ് കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്കുള്ള ശിക്ഷാവിധി 26-ാം തീയതി വിധിക്കും. എല്ലാ പ്രതികളും 26-ാം തീയതി കോടതിയിൽ ഹാജരാകണം എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം കൂടി ഇനി നടക്കാനുള്ളത് സർക്കാരിന്റെ ഒരു അപ്പീലാണ്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന് കോടതി മുമ്പാകെ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു, പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ കോടതിയുടെ വിധി വരാനുണ്ട്. അതിൽ കോടതി ഇനി ആ 26-ാം തീയതി സർക്കാരിന്റെ അഭിപ്രായം കൂടി കേൾക്കും. അതിന് മുന്നോടിയായി പ്രതികളുടെ മാനസിക നിലയടക്കം പരിശോധിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും വ്യക്തമാകുന്നത് വലിയ കടുത്ത എന്തോ നടപടി കോടതിയിൽ നിന്നും വരാൻ പോകുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ കടുത്ത ശിക്ഷ, ഒരുപക്ഷെ ശിക്ഷ ഉയർത്താനുള്ള എന്തെങ്കിലും നീക്കം കോടതിയിൽ നിന്നും ഉണ്ടോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. 26-ന് അത് അറിയാൻ സാധിക്കൂ. എന്തായാലും പ്രതികൾ നേരിട്ട് ഹാജരാകണം, അവരുടെ മാനസിക നിലയടക്കം പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യെസ്, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ചില പ്രധാനപ്പെട്ട കോടതി നടപടികൾ കൂടി ബാക്കിയുണ്ട്. അത് ബാക്കി വെച്ചിരിക്കുന്നത് എന്തിന് എന്നത് ചില സൂചനകൾ അക്കാര്യത്തിൽ വരുന്നുണ്ട് എന്നുകൂടിയാണ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. വയനാട് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പടമല സ്വദേശി അജീഷ്, പാക്കം സ്വദേശി പോൾ, മുടക്കൊല്ലി സ്വദേശി പ്രജീഷ് എന്നിവരുടെ കുടുംബാംഗങ്ങളെ കണ്ടു. കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ശരത്തിന്റെ വീട്ടിലും ഗവർണർ എത്തി. മാനന്തവാടി ബിഷപ്പുമായും ഗവർണർ കൂടിക്കാഴ്ച നടത്തും. അതേസമയം പുൽപ്പള്ളിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് കൂടുതൽ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട്. വന്യമൃഗശല്യത്തിൽ രാഷ്ട്രീയം കാണരുതെന്നും പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തത് പൊതുമുതൽ നശിപ്പിച്ചതിനാണെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. നാളെ രാവിലെ 10 മണിക്ക് സർവകക്ഷി യോഗവും 11:30 മണിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാരുടെ യോഗമാണ് നടക്കുക. സർവകക്ഷി യോഗത്തിലൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ. അവരുടെ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും കൂടി പരിഗണിച്ച് ആ വീടുകൾ സന്ദർശിക്കാൻ കഴിയണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. കേസെടുത്തത് പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പേരിലാണ്. അക്രമാസക്തമായ സമരം ഉണ്ടാകുമ്പം പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകേണ്ടി വരും. അതേസമയം വന്യജീവി സംഘർഷത്തിൽ വയനാട്ടിൽ നാളെ UDF രാപകൽ പ്രക്ഷോഭം സംഘടിപ്പിക്കും. കളക്ട്രേറ്റ് പരിസരത്ത് 24 മണിക്കൂറാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക. ഭീഷണിപ്പെടുത്തി പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് T സിദ്ദിഖ് MLA കുറ്റപ്പെടുത്തി. നാളെ കാലത്ത് 9 മണി മുതൽ 24 മണിക്കൂർ രാപ്പകൽ പ്രക്ഷോഭം UDF നേതൃത്വത്തിൽ വയനാട്ടിൽ നടക്കുക. വയനാട് കലക്ട്രേറ്റ് പടിക്കൽ 24 മണിക്കൂർ രാപ്പകൽ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുക. പുൽപ്പള്ളിയിൽ കേസെടുത്തിരിക്കുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. വനം മന്ത്രിക്ക് വയനാട് സന്ദർശിക്കാൻ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ കേസെടുത്തിരിക്കുന്നത്. വയനാട്ടിൽ വരേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അല്ലാതെ തിരിഞ്ഞു നോക്കാത്ത വനം മന്ത്രിക്ക് കൂടെ സഞ്ചരിക്കാൻ മന്ത്രിമാരെ അയക്കുന്ന നടപടി ഒരു കാരണവശാലും ഭൂഷണമല്ല.
അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. അരുൺ, ഗവർണറുടെ സന്ദർശനം തുടരുന്നു. വനം മന്ത്രി, മുഖ്യമന്ത്രി ഒന്നും എത്താത്തതിലുള്ള പ്രതിഷേധം, അതിന്മേലുള്ള രാഷ്ട്രീയ വിമർശനം ചർച്ചയ്ക്ക് ഒരു ഭാഗത്ത് നടക്കുന്നു. കേസുകളിലെ തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഈ നാളെ കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണല്ലോ ടി സിദ്ദിഖ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ, ഗവർണറുടെ സന്ദർശനം ഇപ്പോഴും തുടരുകയാണ്. ഗവർണർ ഇപ്പോൾ മാനന്തവാടി ബിഷപ്പിനെ സന്ദർശിക്കുകയാണ്. അതിനുശേഷം ഗവർണർ മാധ്യമങ്ങളെ കാണുകയും ഇക്കാര്യത്തിൽ ഗവർണറുടെ അഭിപ്രായം പറയുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആദ്യം എത്തിയത് ചാലിക്കത്ത പടമലയിലെ അജീഷിന്റെ വീട്ടിലാണ്. ബേലൂർ മഗ്നയാണ് അജീഷിനെ കൊലപ്പെടുത്തിയത്. വീട്ടിൽ 20 മിനിറ്റ് നേരം ഗവർണർ ചെലവഴിച്ചു, വീട്ടുകാരുമായി സംവദിച്ചു. നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ, അതായത് ഈ വന്യമൃഗശല്യം പരിഹരിക്കാൻ സർക്കാർ ഇടപെടുന്നില്ലെന്ന വലിയ രീതിയിലുള്ളൊരു ആരോപണം ഗവർണർക്ക് മുന്നിൽ ഈ നാട്ടുകാർ ഉന്നയിച്ചു. അക്കാര്യങ്ങളെല്ലാം തന്നെ ഗവർണർ കുറിച്ചെടുത്തു. നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിക്കുമെന്നും ഗവർണർ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് പാക്കത്തെ പോളിന്റെ വീട്ടിലേക്ക് എത്തിയത്. പാക്കം കാരേരിയിലെ ശരത് എന്ന വിദ്യാർത്ഥിയുടെ വീട്ടിലും ഗവർണർ എത്തിയ. ആന ചവിട്ടി ഈ വിദ്യാർത്ഥിയുടെ വാരിയിൽ തകർന്ന് ഇപ്പോഴും കിടപ്പിലാണ്. വേണ്ട രീതിയിലുള്ള ധനസഹായമൊന്നും ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചിട്ടില്ല. ആകെ സർക്കാർ രൂപ മാത്രമാണ് ഈ വിദ്യാർത്ഥിക്ക് ധനസഹായം നൽകിയത്. അത് 24 ആണ് ആ വാർത്ത പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തത്. അതിനുശേഷമാണ് ഈ മൂടക്കൊല്ലിയിൽ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പ്രജീഷിൻ്റെ വീട്ടിലേക്ക് ഗവർണർ എത്തിയത്. അവിടെയും 20 മിനിറ്റോളം നേരം ഗവർണർ ചെലവഴിച്ചു. നാട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. തുടർന്ന് BJP ജില്ലാ പ്രസിഡന്റുമായും ഗവർണർ ഇക്കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചു. അതിനുശേഷം ഇപ്പോൾ മാനന്തവാടിയിലേക്ക് പോയിരിക്കുകയാണ്. ഈ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പോലീസിൻ്റെ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 2 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. നാളെ ഈ മന്ത്രിതല സംഘം വയനാട്ടിലേക്ക് എത്തും. BJP മന്ത്രിമാരെ തടയുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് കളക്ടറേറ്റിൽ വലിയ രീതിയിലുള്ള ധർണയ്ക്കും നീക്കം നടത്തുന്നുണ്ട്. എന്തായാലും നാളെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം വയനാട് ജില്ലയിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിജയകുമാർ. യെസ്, മന്ത്രിതല സംഘം നാളെ എത്തും. മന്ത്രിതല സംഘത്തെ തടയുമെന്ന് BJP പറയുന്നു. അവിടെ പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഗവർണറുടെ സന്ദർശനം തുടരുകയാണ്. അദ്ദേഹം ഇന്ന് ഉച്ചയോടെ മാധ്യമങ്ങളെ കണ്ടേക്കും എന്ന വിവരം കൂടി വരുന്നുണ്ട്. അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത്. ഹൈറിച്ച് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒളിവിലായിരുന്ന പ്രതി ഇഡിക്ക് മുന്നിൽ ഹാജരായി. മുഖ്യപ്രതിയും കമ്പനി ഉടമയുമായ KD പ്രതാപനാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ നിന്ന് ഹാജരായത്. വിനീത VG കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. വിനീത, വലിയ തട്ടിപ്പ്, 1000 കോടിയുടെ ഒക്കെ മുകളിൽ തട്ടിപ്പ് നടന്ന ഒരു കേസാണിത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് മുൻപ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഈ പ്രതി ഹാജരായിരിക്കുന്നു. എന്തൊക്കെയാണ് EDയുടെ നീക്കങ്ങൾ? സ്വാഭാവികമായും അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകേണ്ടി വരില്ലേ? വിനീത, ഈ അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടിയിലേക്ക് അന്വേഷണ സംഘത്തിന് പോകേണ്ടി വരില്ലേ? 1500 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് പ്രാഥമികമായി തന്നെ ED കണ്ടെത്തിയിട്ടുണ്ടല്ലോ. തീർച്ചയായും വിജയകുമാർ, അത്തരം നടപടിക്രമങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പോകേണ്ടതായിട്ടുണ്ട്. അത്തരം അറസ്റ്റ് അടക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അന്വേഷണ സംഘങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതിനു മുൻപ് ഈ പ്രതികളെ വളരെ വിശദമായി തന്നെ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചതിന് തൊട്ട് പിന്നാലെ പ്രതികൾ ഒളിവിൽ പോയിരുന്നു. ഒപ്പം തന്നെ ഏതാണ്ട് 1630 കോടിയോളം രൂപയുടെ ക്രമക്കേട് തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഈ കാര്യങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ചോദ്യം ചെയ്യൽ അനിവാര്യമായിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ കൊച്ചിയിലെ ED ഓഫീസിൽ പുരോഗമിക്കുന്നത്. അതിനുശേഷമായിരിക്കും അറസ്റ്റിലേക്കടക്കം അന്വേഷണ സംഘം എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് KD പ്രതാപൻ കൊച്ചിയിലെ ED ഓഫീസിൽ അഭിഭാഷകർക്കൊപ്പം എത്തിയിരുന്നത്. ഭാര്യയോടും ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ശ്രീന ഇന്ന് ഹാജരായിരുന്നില്ല. ഒളിവിൽ പോയ പ്രതികൾ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാതെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുകയായിരുന്നു. പക്ഷേ ഈ അന്വേഷണത്തോട് സഹകരിച്ചൂടെ എന്നാണ് കോടതി ചോദിച്ചിരുന്നത്. അന്വേഷണത്തോട് ഒരു ഘട്ടത്തിലും സഹകരിക്കാത്ത പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് EDയും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ജാമ്യാപേക്ഷയിന്മേൽ ഒരു അന്തിമവാദത്തിലേക്ക്, ഒരു അന്തിമ വിധിയിലേക്ക് എത്തുന്നതിന് മുൻപായാണ് പ്രതികൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാമെന്ന് അറിയിക്കുകയും അത് പ്രകാരം ഇന്ന് KD പ്രതാപൻ മാത്രം അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാവുകയും ചെയ്തത്. ഇപ്പോൾ കൊച്ചിയിലെ ED ഓഫീസിൽ KD പ്രതാപനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിജയകുമാർ.
വിനീത, ഇത് ഇ ഡി ഓഫീസിൽ ഈ പ്രതി ഹാജരാകാൻ എത്തുന്നത് തന്നെ വലിയ രാജകീയമായാണ്. 1600 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തി അന്വേഷണ സംഘത്തെ കബളിപ്പിച്ച് നടന്നു. മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ എത്തിയ സമയത്ത് കോടതി അന്വേഷണവുമായി സഹകരിക്കാത്തത് എന്തെന്ന് ചോദിക്കുന്നു. അതിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് മുമ്പ് അയാൾ ഹാജരാകുന്നു. അപ്പോൾ ഇത്രയുമൊക്കെ തട്ടിപ്പ് നടത്തിയ ഒരു പ്രതിയാണ് അയാളാണ് അവിടെ ഹാജരാകുന്നത്. അതും അയാളുടെ വ്യക്തിഗത സുരക്ഷയൊക്കെ അയാൾ തന്നെ ഒരുക്കി ഹാജരാകാനൊക്കെ എത്തുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആളുകളെ കബളിപ്പിച്ചതിൻ്റെ വഞ്ചിച്ചതിൻ്റെ ഒന്നും ഒരു കുറ്റബോധവും പാപഭാരവും ഒന്നും അയാളിൽ കാണാനേ ഇല്ലല്ലോ. തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെയായിരുന്നു ഇന്ന് ഈ ഹാജരാകാനായി എത്തുമ്പോൾ ആദ്യം ഒരു വാഹനത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറാതെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലേക്ക് കയറാതെ മറ്റു വാഹനത്തിൽ ഈ സൂചിപ്പിച്ചതുപോലെ കൂട്ടാളികൾ എത്തുന്നു. ഇവർക്കൊപ്പം നിന്ന് സംസാരിക്കുകയും പിന്നീട് മറ്റൊരു വാഹനം വന്ന് ആ വാഹനത്തിലേക്ക് കയറി തൊട്ടടുത്താണ്, അതായത് ഈ പാർക്കിങ്ങും ഇ ഡി ഓഫീസും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഏതാണ്ട് നടന്നു വരേണ്ട ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ മറ്റൊരു വാഹനം കൊണ്ടുവന്ന് ആ വാഹനത്തിൽ അഭിഭാഷകർക്കൊപ്പം കയറിയാണ് കെ ഡി പ്രതാപൻ ഇന്ന് ഇ ഡി ഓഫീസിലേക്ക് എത്തിയത്. പ്രതാപൻ ഉള്ളിലേക്ക് കയറുമ്പോഴും ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടാളികൾ അവർ പുറത്തു നിന്ന് കൈ കാണിക്കുകയും കൈവീശി കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർക്ക് തിരിച്ച് ഇവരെ കണ്ട് കൈ കാണിച്ചൊക്കെയാണ് ഈ ഉള്ളിലേക്ക് കയറുന്നത്. ഈ 1600 കോടി രൂപ തട്ടിയെടുത്തതിന്റെ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണം നടക്കുന്നതിന്റെ ഒന്നും ഒരു ഭാവവ്യത്യാസവും കെ ഡി പ്രതാപനിൽ കാണാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ കൈവീശി കാണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് ഈ ഓഫീസിലേക്ക്, ഇ ഡി ഓഫീസിലേക്ക് എത്തിയത്. അഭിഭാഷകരും കെ ഡി പ്രതാപനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഭാര്യ ശ്രീന അദ്ദേഹത്തിനൊപ്പം ഇന്ന് ഹാജരാകുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് കെ ഡി പ്രതാപനൊപ്പം ശ്രീന ഹാജരായിരുന്നില്ല. ഇരുവരോടും ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നായിരുന്നു ഇ ഡിയും നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഒരു നാടകീയ രംഗങ്ങൾ നമ്മൾ നേരത്തെ തൃശ്ശൂരിലും കണ്ടതാണ് വിജയകുമാർ. ഈ അന്വേഷണ സംഘം അവിടെ എത്തുന്നു, റെയ്ഡ് നടത്തുന്നു. തൊട്ട് പിന്നാലെ സ്വന്തം വാഹനത്തിൽ തന്നെ അന്വേഷണ സംഘത്തിന് ഒരു ഭാഗത്ത് റെയ്ഡ് നടക്കുമ്പോൾ മറുവശത്തു കൂടി പ്രതികൾ കടന്നു കളയുന്നു. ഇതിനുശേഷം ഏതാണ്ട് നാളുകളായി പ്രതികളുമായി ബന്ധപ്പെട്ട ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇ ഡി ഇറക്കുന്നു. ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുന്നു. പക്ഷേ പ്രതികളെ കണ്ടുകിട്ടുന്നില്ല. പിന്നീടാണ് പ്രതികൾ അവർ ഉണ്ട് എന്ന് പോലും അറിയുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി അവർ കോടതിയെ സമീപിക്കുമ്പോഴാണ് അവർ നാട്ടിൽ തന്നെ ഉണ്ടെന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് പോലും ലഭ്യമാവുന്നെന്ന് കൂടി പറയേണ്ടി വരും. ഇതിൽ ആദ്യഘട്ടത്തിൽ, ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ ശരി വിനീത, എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തുടർ നടപടികൾക്കായി കാത്തിരിക്കാം. ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസിൽ ഒളിവിലായിരുന്ന പ്രതി കമ്പനി ഉടമ കെ ഡി പ്രതാപൻ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ ഇ ഡി ഓഫീസിൽ നടക്കുകയാണ്. വിനീതയാണ് വിവരങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.